പ്രിയ സജ്ജനങ്ങളെ, നമസ്കാരം. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ സാഖ്യയോഗത്തിലെ 1-2 ശ്ലോകങ്ങൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ടതും നമ്മളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതുമായ ഭഗവാന്റെ ഉപദേശമാണ് 3-ാമത്തെ ശ്ലോകം. 2-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആദ്യമായി സംസാരിക്കുന്നത് അർജുനനോട് ഇങ്ങനെയാണ്: കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാരജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ഈയൊരു വിഷമഘട്ടത്തിൽ ഈ ഭാവം നിനക്ക് ചേർന്നതല്ല അർജുന. ആര്യന്മാർക്ക് ചേരാത്തതും സ്വർഗപ്രാപ്തിക്ക് തടസ്സമായതും അകീർത്തിയെ ഉണ്ടാക്കുന്നതുമായ ഈ ഭാവം നിനക്ക് ചേരുന്നില്ല എന്നു പറഞ്ഞ ഭഗവാൻ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്തയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരം തപാ. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്തയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരം തപാ. ക്ലൈബ്യത്തെ പ്രാപിക്കരുതേ പാർത്ഥ. ക്ലൈബ്യം നപുംസകത്വം. എന്താണ് നപുംസകത്വം? നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒന്നാണ് ആണും പെണ്ണുമല്ലാത്ത ഭാവം. ഇപ്പം ജന്മം കൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജനിച്ചു പോകുന്നുണ്ട്. അതൊരിക്കലും തെറ്റല്ല. കാരണം അത് അവരുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. എന്നാൽ സ്ത്രീയായി ജനിച്ചു ഓർ പുരുഷനായി ജനിച്ചു, രണ്ടിലും പെടാത്ത സ്വഭാവം കാണിക്കരുത്. ക്ലൈബ്യം ആണിനും പെണ്ണിനും ചേരാത്ത നപുംസകത്തെ നീ പ്രാപിക്കുന്നു. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ. എങ്ങനെയാണ് ഭഗവാൻ പറയുന്നത് അർജുനനോട്? അർജുനനെ വിശേഷിപ്പിക്കുന്നത് പാർത്ഥ എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പ്രഥയുടെ മകൻ, പ്രഥ ആരാണ്? കുന്തി. കുന്തിയുടെ മകനായ നീ, അമ്മയുടെ പേര് പോലും പരാമർശിക്കുന്നു. നിന്റെ അമ്മ എത്ര ധീരയായ വനിതയാണ് എന്നാണ് ചോദ്യം. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ചില ആളുകൾ പറയില്ലേ, നിന്റെ അച്ഛനായിരുന്നുവെങ്കിൽ ഇതിലും ശ്രേഷ്ഠമായിട്ട് ഈ കർമ്മം ചെയ്തേനെ. അല്ലെങ്കിൽ ചോദിക്കും, നീ ഇന്നേ വീട്ടിലെ ഇന്നേ ആളുടെ മകനല്ലേ, എന്നിട്ടാണോ നീ ഇത് ചെയ്യുന്നത്? നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെയാണോ? എത്ര ധീരമായിട്ടാണ് നിന്നെ വളർത്തിയത് എന്നൊക്കെ ഇന്നും നമ്മൾ നാട്ടിൽ ചോദിക്കാറില്ലേ? ഇതുപോലെയാണ് ഭഗവാൻ ചോദിച്ചത്. അർജുനന് അത് മനസ്സിലായി കാണും. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ. അല്ലയോ പാർത്ഥ, കുന്തിയുടെ പുത്ര, നീ എന്തിനെ പിടിക്കരുത്? ക്ലൈബ്യത്തെ, നപുംസകത്തെ ഒരിക്കലും നീ മാസ്മഗമ പ്രാപിക്കരുത്. ക്ലൈബ്യത്തെ പ്രാപിക്കരുത്, പൃഥയുടെ പുത്രനെ എന്ന് പറഞ്ഞു. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്തൈ ഉപപദ്ധ്യതേ. ഉപപദ്ധ്യതേ, ഇത് നിനക്ക് ചേരുന്നില്ല. അതാണ്. മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഭഗവാൻ ഇതൊന്നും ഉപദേശിക്കില്ല കേട്ടോ. ഭഗവാൻ ഉപദേശിക്കുന്നത് അർജുനനോടാണ്. പരമേശ്വരനോട് യുദ്ധം ചെയ്ത അഗ്നി ഭഗവാന് കാടിനെ വിഴുങ്ങുവാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ മഴ പെയ്യിച്ചപ്പോ അസ്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രനെ മറച്ചു കളഞ്ഞ, ഇന്ദ്രനെ തോൽപ്പിച്ച അർജുനനോടാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. കാരണം അർജുനന്റെ സഹജഭാവം ധീരതയാണ്. ഇന്നലെ നമ്മൾ അർജുനന് ചേർന്നതല്ല ഈ സ്വഭാവം എന്ന് പറഞ്ഞു. ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാവമാണ്. സാമാന്യേന നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്, നിന്റെ സ്വഭാവം ശരിയല്ല. ആ അമ്മയ്ക്ക് 4 മക്കളുണ്ട്. മൂത്തവൻ്റെ സ്വഭാവം നല്ലതാണ്, രണ്ടാമത്തവൻ്റെ അത്ര പോരാ, ഇളയവൻ്റെ സ്വഭാവം തീരെ ശരിയല്ലട്ടോ എന്നൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് ആ പദപ്രയോഗം ഞാൻ നടത്തിയത്. എന്നാൽ സ്വഭാവം സ്വന്തം ഭാവമാണ്. അർജുനന്റെ സ്വഭാവം എന്ന് പറയുന്നത് ധീരതയാണ്, കർമ്മ നിപുണനാണ്, ക്ഷീണിക്കാത്തവനാണ്. വനവാസ സമയത്ത് അർജുനൻ ധീരനാണ്. അജ്ഞാതവാസ സമയത്ത് അർജുനൻ സ്ത്രീ രൂപത്തിലായിരുന്നു ജീവിച്ചത്.
ഈ സമയത്തെല്ലാം അർജുനന്റെ ധീരമായ പ്രകടനങ്ങൾ കണ്ടിട്ട് എല്ലാവരും സന്തോഷിച്ചിരുന്നു. എന്നാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിന് തയ്യാറായി വന്ന അർജുനൻ തേർത്തട്ടിൽ തളർന്നിരുന്നപ്പോൾ ആ അർജുനനോടാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്, ക്ലൈബ്യം മാസ്മഗമ പാർത്ത നൈതത്തൈ ഉപപദ്ധ്യതേ. ഇത് നിനക്ക് ചേരില്ല, മറ്റാർക്ക് ചേർന്നാലും ഈ ഭാവം നിനക്ക് ചേരുന്നില്ല. കാരണം നമ്മൾ ചില ആളുകളോട് പറയാറുണ്ട്, ചില മോശപ്പെട്ട പ്രവൃത്തികൾ വലിയ മഹാന്മാരായ ആളുകൾ ചെയ്താൽ വളരെ വേദനയോടുകൂടി നമ്മൾ പറയും, അത് അങ്ങേക്ക് ചേർന്നില്ല ആ പ്രവൃത്തി, നിങ്ങളിൽ നിന്ന് സമൂഹം ഇത് പ്രതീക്ഷിക്കുന്നില്ല. ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വലിയ അഴിമതിയിൽ കുടുങ്ങിയാൽ നമ്മൾ പറയും, ഓ, അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പൊ ചില സ്ത്രീകൾ പറയുന്നത് കേൾക്കാം, ഞങ്ങൾ വാനോളം ഉയരത്തിൽ കണ്ട മനുഷ്യനാ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില സമയത്തെ പെരുമാറ്റം ശരിയല്ല. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് അത് അവർക്ക് ചേരുന്നില്ല പ്രവൃത്തി എന്നതുകൊണ്ടാണ്. ബീവറേജിന്റെ മുന്നിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് അവിടുന്ന് കിട്ടിയ മദ്യം കുടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന ഒരു മദ്യപാനിയെക്കുറിച്ച് ലോകം മറ്റൊന്നും വിചാരിക്കാനോ ചിന്തിക്കാനോ പോകുന്നില്ല. എന്നാൽ നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരാളാണ് ഇതേ ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നത് കണ്ടാലോ നമ്മൾ എന്ത് പറയും? അത് അയാൾക്ക് ചേരുന്നില്ല. ഇതാണ് ഭഗവാനും പറയുന്നത് അർജുനോട്, അർജുന, ഇത് നിനക്ക് ചേരുന്നില്ല, ഈ നപുംസകത്വം നിനക്ക് ചേരില്ല. കാരണം നീ പൃഥയുടെ മകനാണ്. സകല പ്രതിസന്ധി ഘട്ടത്തിലും ഈ അമ്മ ഓട്ടമായിരുന്നു 5 മക്കളെയും കൊണ്ട്. ഈ മക്കളെയും കൊണ്ട് എത്ര കാലമാണ് ഓടി ഓടി ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടിയത്. രണ്ടാമത്തെ മകനെ എത്ര പ്രാവശ്യം ചതിയിൽ കൊല്ലാൻ നോക്കി ദുര്യോധനാദികൾ. അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ പരിശ്രമിച്ചു. ഇവിടുന്നൊക്കെ ഈ മക്കളെ ഒരു തള്ളക്കോഴി ചിറകിനടിയിൽ എങ്ങനെയാണോ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് അതുപോലെ സംരക്ഷിച്ച് വളർത്തിയ അമ്മയാണ് കുന്തി മാതാവ്. നിസ്സാരമായ അമ്മയല്ലിത്. ഈ അമ്മയ്ക്ക് ഒരൊറ്റ തെറ്റേ പറ്റിയിട്ടുള്ളൂ. കല്യാണത്തിന് മുമ്പ് കിട്ടിയ വരം, ദുർവാസാവ് മഹർഷിയിൽ നിന്ന് കിട്ടിയ വരം ശരിയാകുമോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കി. ആ പരീക്ഷണത്തിൽ സൂര്യഭഗവാനിൽ നിന്ന് ഒരു പുത്രൻ ജനിച്ചു, കർണൻ. കല്യാണത്തിന് മുമ്പ് പ്രസവിക്കുന്നത് ഭാരതത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ അന്നും ഇന്നും സാധ്യമല്ല. അതുകൊണ്ട് തൻ്റെ കുലത്തിന് മുഴുവൻ മാനഹാനി സംഭവിക്കുമെന്ന് മനസ്സിലായപ്പോൾ ആ കുഞ്ഞിനെ അമ്മയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് മാത്രം. അതല്ലാത്ത തെറ്റൊന്നും കുന്തിക്ക് പറ്റിയിട്ടില്ല. ആ കുന്തി മാതാവിൻ്റെ മകനാണ് അർജുന, നീ പൃഥയുടെ മകനാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ക്ലൈബ്യം, ഒരിക്കലും നമ്മൾ നപുംസകത്തെ പിടികൂടരുത്. ഒന്നുകിൽ ആണാവണം, അല്ലെങ്കിൽ പെണ്ണാവണം. ആണും പെണ്ണും പ്രകൃതിയുടെ 2 ഭാവങ്ങളാണ്. ഇടത്തെ കണ്ണാണോ മഹത്തരം, വലത്തെ കണ്ണാണോ മഹത്തരം എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല ഒരാൾക്കും. 2 കണ്ണും ഒരുപോലെ മുഖത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നത് പോലെയാണ് പ്രകൃതിയിൽ പുരുഷനും സ്ത്രീയും. ഇവിടെ ഹിന്ദു സ്ത്രീ ആയതുകൊണ്ട് ഒന്നിനെയും വേർതിരിച്ച് നിർത്തിയിട്ടില്ല. നീ സ്ത്രീയാണ്, അതുകൊണ്ട് നിനക്ക് വേദം പഠിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. യാജ്ഞവൽക്യ മഹർഷിയുടെ ഭാര്യയായ ഗാർഗിയുടെ ചോദ്യങ്ങളുണ്ടല്ലോ, വേദസദസ്സിൽ ഗാർഗിയുടെ ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരം പറയുവാൻ അന്നത്തെ ഋഷി സമൂഹം വല്ലാതെ പണിപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുക. രാമായണത്തിൽ എത്രമാത്രം പ്രാധാന്യം രാമനുണ്ടോ അത്ര തന്നെ പ്രാധാന്യം സീതയ്ക്കുമുണ്ട് എന്ന് മനസ്സിലാക്കുക. മഹാഭാരതം 1,25,000 ശ്ലോകം, അതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങളായ സ്ത്രീകളെ എടുത്ത് പരിശോധിക്കൂ. അവിടെ പാഞ്ചാലി ദ്രൗപദിയാണ്, അവിടെ കുന്തിയുണ്ട്, ഗാന്ധാരിയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രകൃതിയുടെ 2 ഭാവങ്ങളിൽ തുല്യ പങ്കാളിത്തം സ്ത്രീക്കും പുരുഷനുമുണ്ട്. അതുകൊണ്ട് സ്ത്രീ ആവണം. സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ നമ്മുടെ ബുദ്ധിജീവികൾ പറയുന്നത് കേൾക്കാം. എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും സമന്മാരാവുക? എങ്കിലൊരു പുരുഷൻ പ്രസവിച്ച് കാണിക്കട്ടെ. അപ്പൊ സ്ത്രീക്ക് സ്ത്രീയുടേതായ ശാരീരിക പരിമിതികളുണ്ട്. ആ ശാരീരിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്ത്രീയാകാനും പുരുഷന് പുരുഷനാകാനും കഴിയണം. ഒന്നും ഉയർന്നതും താണതുമല്ല.
അതുകൊണ്ട് ഇത് രണ്ടും കെട്ട ഭാവത്തെ നമ്മൾ ആരും പ്രാപിക്കരുത് ഒരു കാലത്തും. 5100 വർഷം മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനനോട് പറഞ്ഞ ക്ലൈബ്യം എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമൂഹത്തിലും ബാധകമാണത്. നമ്മൾ ആരും ക്ലൈബ്യത്തെ, നപുംസകത്തെ പ്രാപിക്കരുത്. അത് നമ്മളല്ലാതായി കളയും. അതുകൊണ്ട് ക്ലൈബ്യത്തെ പ്രാപിക്കാതെ പൃഥയുടെ മകനായ പാർത്ഥ, നിനക്ക് ചേരുന്നില്ല ഈ പ്രവൃത്തി എന്നു നീ മനസ്സിലാക്കുക. എന്നിട്ട് പറയുന്നു, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൃദയത്തിൻ്റെ ദൗർബല്യങ്ങൾ ക്ഷുദ്രമാണ്. ക്ഷുദ്രം നശിപ്പിക്കുന്നത്. ഹൃദയത്തിൻ്റെ ദൗർബല്യം എന്നും എക്കാലത്തും ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയും. എന്താണ് നമ്മുടെ ദൗർബല്യം? ധൃതരാഷ്ട്രരുടെ ദൗർബല്യം ദുര്യോധനായിരുന്നു. ആ ദുര്യോധനൻ ചെയ്ത ഒരു അധർമ്മ പ്രവർത്തികൾക്കും അവിടെ നിർത്തൂ എന്ന് പറയുവാൻ ധൃതരാഷ്ട്ര കൂട്ടാക്കിയില്ല. അതുകൊണ്ട് 100 മക്കളുടെ അച്ഛനായ ധൃതരാഷ്ട്രക്ക് അന്ത്യകർമ്മം നിർവഹിക്കുവാൻ ഒരു മകനെ പോലും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ആ ഹൃദയ ദൗർബല്യം ധൃതരാഷ്ട്രക്കുണ്ടായതായിരുന്നു മഹാഭാരത യുദ്ധത്തിന് പോലും കാരണമെന്ന് മനസ്സിലാക്കുക. ഇത്തരം ഹൃദയ ദൗർബല്യങ്ങൾ നമുക്കെല്ലാവർക്കും ഇല്ലേ? നമ്മുടെ മക്കൾ പോകുന്നത് തെറ്റായ വഴിയിലൂടെയാണെന്ന് 100% ബോധ്യം വന്നാലും നമ്മുടെ ഹൃദയ ദൗർബല്യം അവർക്കൊപ്പം നിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. കാരണം ഇതെൻ്റെ മകനാണ് ഓർ എൻ്റെ മകളാണ് എന്ന ചിന്ത. എന്നാൽ ഇതുകൊണ്ട് അവർ രക്ഷപ്പെടുമോ? ഇതുകൊണ്ട് അവർ നല്ല മാർഗത്തിലേക്ക് വരുമോ? ഹൃദയ ദൗർബല്യം നശിപ്പിച്ചു കളയുന്നു. ആരെ? ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിന് മൊത്തം. ഇങ്ങനെയല്ലേ പല കുടുംബങ്ങളും ആത്മഹത്യ ചെയ്യുന്നത്? ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരംഗം വഴിപിഴച്ചു പോകുന്നു. ഉദാഹരണത്തിന്, സമൂഹത്തിൽ നല്ല നിലയും വിലയുമുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകുന്നൊരവസ്ഥ വന്നു എന്ന് കൂട്ടുക. എങ്കിൽ ആ കുടുംബം ചിലപ്പോൾ മരണത്തെ പ്രാപിച്ചു എന്ന് വരും. ഹിന്ദു കുടുംബം മാത്രം. ഇതിലും വലിയ പ്രതിസന്ധി ഉണ്ടായാലും ഒരു മുസ്ലിം കുടുംബം ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ഹിന്ദുവിന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ആത്മഹത്യയിൽ 95% ഹിന്ദു ആവുന്നു. സർക്കാരിൻ്റെ കണക്കാണ്. 4% ക്രിസ്ത്യാനി, 1% മുസൽമാൻ. ഇവിടെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കഥാപാത്രം ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും ആത്മഹത്യ ചെയ്തിട്ടില്ല. അംബ ആത്മാഹുതിയാണ് നടത്തിയത്. ആത്മഹത്യയും ആത്മാഹുതിയും രണ്ടാണ്. ആത്മഹത്യ ചെയ്യുന്നത് ഭീരുക്കളാണ്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വിഷം കഴിച്ചും ഒരു മാവിൻ്റെ കൊമ്പിൽ തൂങ്ങിയൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് ഭീരുക്കളാണ്. ആത്മാഹുതി എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരൻ ചെയ്യുന്നത് ആത്മാഹുതിയാണ്. ഞാൻ മരിക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ മരണം വരിച്ചുകൊണ്ട് ശത്രുവിനെ തുരത്തേണ്ടി വരും. ശരീരം മുഴുവൻ ചിലപ്പോൾ ബോംബ് കെട്ടിവെച്ച് ശത്രുവിൻ്റെ സൈന്യ ടാങ്കുകൾക്ക് മുന്നിലേക്ക് ഓടിക്കയറി പൊട്ടിത്തെറിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പം ഇതെല്ലാം ആത്മാഹുതിയാണ്. റാണി പത്മിനി നടത്തിയത് ആത്മാഹുതിയാണ്. മതഭ്രാന്തന്മാരായ കാമവെറിയന്മാരുടെ കൈകളിൽ തൻ്റെ ശരീരം പെട്ടാൽ ഇഞ്ചിഞ്ചായി മാനഭംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുമെന്നറിയാവുന്ന രജപുത്ര സ്ത്രീകൾ ഓരോരുത്തരും ചെയ്തത് ആത്മാഹുതിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഹൃദയ ദൗർബല്യങ്ങൾ ക്ഷുദ്രമാണ്. എങ്ങനെയാണ് ഹൃദയ ദൗർബല്യങ്ങളെ ഇല്ലാതാക്കുക? ഹൃദയ ദൗർബല്യങ്ങളെ ഇല്ലാതാക്കുവാൻ ശരിയായ അറിവ് നേടുക. എന്താണ് ശരിയായ അറിവ്? നമ്മുടെ GS പ്രദീപ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കൈരളി ചാനലിൽ. അദ്ദേഹത്തിന് അറിവുണ്ട്. ഏതാണ് ആ അറിവ്? ഒരുപാട് ഡേറ്റുകൾ പഠിച്ചു വെക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ അനേകം ഡേറ്റുകൾ, ലോക ചരിത്രത്തിലെ അനേകം ഡേറ്റുകൾ, ചില സംഭവങ്ങൾ. ഇതാണോ അറിവ്? അറിവ് എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഏതെങ്കിലും ഒരു സന്ദേശം, അതാണ് ശരിയായ അറിവ്. നമുക്ക് മുന്നോട്ട് പോകണം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കണം. പ്രതിസന്ധി
സർവ്വസാധാരണമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ. ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനുള്ള അവസ്ഥ വരുന്ന സമയത്ത് അതിനോട് നമ്മുടെ പ്രതികരണം എങ്ങനെ, അതാണ് നമ്മുടെ വ്യക്തിത്വം. എങ്കിൽ അതിനെ മുഴുവൻ നശിപ്പിച്ച് കളയുന്നത് ഹൃദയ ദൗർബല്യമാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. തെക്തോത്തിഷ്ട പരം തപ, ധീരമായിട്ടുത്തിഷ്ഠ, എഴുന്നേൽക്കൂ. പരംതപൻ, പരന്തപൻ എന്ന വാക്കിന്റെ അർത്ഥം അജ്ഞതയെ തമിപ്പിക്കാൻ കഴിയുന്നവൻ, അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നവനാണ് ആര്? അർജുനൻ. അർജുനൻ ഇപ്പൊ പിടിക്കപ്പെട്ടിരിക്കുന്നത് ചെറിയ അജ്ഞാനമാണ്. അർജുനൻ വിചാരിച്ചാൽ അത് എളുപ്പത്തിൽ ഇല്ലാതാക്കാം. ഭഗവാന്റെ ഓരോ വാക്കുകൾക്കും എത്ര മഹത്തായ അർത്ഥമാണല്ലോ നോക്കൂ. ആദ്യം പറഞ്ഞു പൃഥ്വിയുടെ പുത്രനാണ് നീ പാർത്ഥ എന്നർത്ഥത്തിൽ. ഇവിടെ പരന്തപൻ എന്നാണ് അർജുനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇപ്പം നിന്നെ പിടികൂടിയിരിക്കുന്നത് സ്വാർത്ഥപരമായ മോഹങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന അജ്ഞതയാണ്. ഒന്ന് നീ പരിശ്രമിച്ചാൽ ഈ അജ്ഞതയെ തരണം ചെയ്തുകൊണ്ട് നിനക്ക് ശ്രേഷ്ഠമായ കർമ്മത്തിലേക്ക് കടക്കുവാൻ കഴിയും. നിനക്ക് നിന്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുവാൻ കഴിയും. അതുകൊണ്ട് അർജുന, നിന്നെ നശിപ്പിക്കുന്ന ഈ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് തെക്തോത്തിഷ്ട പരം തപ, ഉത്തിഷ്ഠ, ധീരമായിട്ട് എഴുന്നേൽക്കലാണ് ഉത്തിഷ്ഠ. അല്ലാതെ ഒരാൾ സ്വാഭാവികമായിട്ടും കിടക്കയിൽ നിന്ന് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നു, അതിൻ്റെ പേരൊന്നും ഉത്തിഷ്ഠയൊന്നുമല്ല. ഉത്തിഷ്ഠ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുന്നു, അത് ധീരമായ എഴുന്നേൽക്കലായിരിക്കണം. ഇവിടെ തേർത്തട്ടിൽ തളർന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഇരിക്കുന്ന അർജുനനോട് പറയുന്നു, തെക്തോത്തിഷ്ട പരം തപ, അജ്ഞതയെ ശമിപ്പിക്കാൻ കഴിയുന്ന മനസ്സോടൊത്തവനെ ധീരമായി എഴുന്നേൽക്കൂ, നീ കർമ്മം ചെയ്യൂ. ഈ ശ്ലോകം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ക്ലൈബ്യം അസ്മഗമപാർത്ഥ നൈതത്തയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരം തപ. വളരെ വളരെ ശ്രേഷ്ഠമായ, എല്ലാ കാലഘട്ടത്തിലും എല്ലാ മനുഷ്യ സമൂഹത്തിനും ആവശ്യമായ ഭഗവാന്റെ ഉപദേശമാണ് ക്ലൈബ്യത്തെ പ്രാപിക്കരുത് എന്നത്. ഇത് ഓരോ ഹിന്ദുവും മാതൃകയാക്കേണ്ടതാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തു പോകുവാൻ പുരുഷൻ പുരുഷനായും സ്ത്രീ സ്ത്രീയായും നിലകൊള്ളുക. അതിനിടയിൽ നപുംസകത്തെ, രണ്ടുമല്ലാത്ത ഭാവത്തെ പ്രാപിക്കാതിരിക്കുവാൻ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 4-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.